ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ബീഫ് കറിയും പുട്ടുമാണ് കേട്ടോ. ഞാനെങ്ങനെയാണ് പെട്ടെന്ന് ബീഫ് കറി കഴിക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് നിരത്തി വെച്ചു. എന്നാൽ വായോ കാണാം. കുക്കർ ചൂടായി, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്തോട്ട് നമ്മുടെ പെരുംജീരകം, കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇവരെല്ലാം ആഡ് ചെയ്ത് നല്ല സവോള, കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. സവോളയും കറിവേപ്പിലയും എല്ലാം കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി ഇതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് ഇളക്കി അതിലേക്ക് തക്കാളി, പച്ചമുളക് അത് വിട്ട് നന്നായി ഇളക്കി കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും കാര്യം ചെയ്ത് നന്നായി ഇളക്കി ഞാൻ അവിടെ അടച്ചു വയ്ക്കും കേട്ടോ. ചെറു തീയിൽ അവിടെ അടച്ചു വെച്ച് ഈ സവോള നല്ല വഴണ്ട് വരണം. ഇതിനിടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്, അടുക്കി പിടിക്കാതിരിക്കാനേ. ഇതേ നോക്ക്, സവോള നല്ല വഴണ്ടിട്ടുണ്ട് കണ്ടോ. ഉപ്പ് ഇട്ട് നല്ല ഇളക്കി അവിടെ അടച്ചു വെച്ച് നല്ല വെന്ത്. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ കറിക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കും. ഗരം മസാല ഞാൻ പൊടിച്ചതാണേ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്ര ഇട്ട് കൊടുത്ത് നല്ല ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മുടെ പോത്തുകുട്ടന്മാരെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് പോത്തുകുട്ടനെ ഇട്ട് നല്ല ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഞാൻ ആദ്യമേ ഇട്ട ഉപ്പ് കറക്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഇളക്കി നോക്കി, ഇതാ കുക്കർ നമ്മളെ അതിന് ശേഷം മാടി വിളിച്ചു. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് കറിവേപ്പില അവിടെ ഇരിപ്പുണ്ട്. അതങ്ങോട്ട് നല്ല ബ്രൗൺ നിറമാവുന്നിടം വരെ ഇളക്കി നമുക്കതിലേക്കിടാം. നല്ല വഴട്ടി ബ്രൗൺ നിറമാകണേ. അതിനകത്തൊരു ശകലം കറിവേപ്പില ഇട്ട്, അപ്പോൾ ഇക്ക പുറത്തോട്ട് വന്നപ്പോൾ കുറച്ച് നല്ല ഫ്രഷ് മല്ലിയില കിട്ടി. അത് ഞാൻ അപ്പോഴത്തേക്ക് കട്ട് ചെയ്ത് അതിനകത്തോട്ട് ഇടുന്നുണ്ട് കേട്ടോ, ഈ തേങ്ങാക്കൊത്തിൻ്റെ കൂടെ. എന്നിട്ട് ഞാൻ കുക്കർ കുറച്ച് നേരം കൂടെ അടച്ചവിടെ മാറ്റി വെക്കും. ഇതിനിടയ്ക്ക് ഞാൻ തേങ്ങാ തിരുമ്മി പുട്ടിന് കുഴച്ചു. മാഷാ അല്ലാഹ്, ഫൈനൽ ലുക്ക് കണ്ടോ. നമ്മുടെ പുട്ടും ബീഫ് കറിയും അങ്ങനെ ഇതൊക്കെ കഴിച്ചേച്ച് പന്തള അമ്പലത്തിലെ ആറാട്ടാണ് കേട്ടോ ഇത്. ഞങ്ങൾ കുറച്ച് നേരം ഉളമയിൽ നിന്ന് അതൊക്കെ കണ്ട്. നമ്മൾ മലയാളികൾക്ക് എന്നും ഒരു വീക്ക്നെസ് ആണല്ലോ, ആന, കടല്, ചെണ്ടമേളം അല്ലേ. അത് നമുക്കൊന്ന് എത്ര കണ്ടാലും മടുക്കത്തില്ല. അങ്ങനെ ആറാട്ട് പോകുന്നതൊക്കെ നിന്ന് കണ്ട് പിന്നെ അറിയാമല്ലോ, ഹൈഡ്രജൻ ബലൂണും ഒക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് കൂട്ടുകാരെ. ഈ ഹൈഡ്രജൻ ബലൂണൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ വിടുവോ? ഇല്ല. പിന്നെ ഹൈഡ്രജൻ ബലൂണും മേടിച്ച് വീട്ടിൽ വന്നു. ടാറ്റാ.